നമസ്കാരം. സ്വർണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. സാമ്പത്തികമായി എത്ര പിന്നോക്കം നിൽക്കുന്ന ആളാണെങ്കിലും ഒരു തരി പൊന്നെങ്കിലും വാങ്ങിക്കാത്ത ആരും നമുക്കിടയിൽ ഉണ്ടാകില്ല. അത്രയ്ക്കും പ്രിയമാണ് സ്വർണത്തോട് നമ്മൾ മലയാളികൾക്ക്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാം, സ്വർണ്ണത്തിന്റെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. വില വർദ്ധിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഡിമാൻഡിന് ഒട്ടും കുറവുമില്ല. ആളുകൾ എന്ത് വാങ്ങിയില്ലെങ്കിലും സ്വർണം വാങ്ങുന്നത് ഒരിക്കലും നിർത്തില്ല, അല്ലെ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാവിയിൽ സ്വർണത്തിന്റെ വിലയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകാം. അത് കൂടുമോ അതോ കുറയുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ സ്വർണം വാങ്ങിക്കാമോ അതോ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടോ? ഇനി അതുമല്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില 1 ലക്ഷം രൂപയിൽ കുറയാൻ സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ബോസോള മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിനുള്ളത് മാത്രമാണ്. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉപദേശമല്ല. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുക. 22 ക്യാരറ്റുള്ള 10 ഗ്രാം സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില 1,17,250 രൂപയാണ്. എന്നാൽ ഒരു വർഷം മുമ്പത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അത് ഇതിലും കുറവായിരുന്നു. 10 ഗ്രാം സ്വർണത്തിന്റെ വില ഇതിലും കുറവായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 12 മാസത്തെ ഒരു ഗ്യാപ്പിനിടയിൽ സ്വർണത്തിന്റെ വില വളരെ ക്രേസി ആയിട്ട് മുകളിലോട്ട് പോയി. നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം സ്വർണത്തിന് ഇത്രയും വില കയറുന്നത്, അതുപോലെ സ്വർണത്തിന്റെ വില 1 ലക്ഷം രൂപയിൽ കുറയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിട്ട് നിൽക്കണം? കൂടാതെ ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ എന്താണ് പ്രഡിക്ട് ചെയ്യുന്നത്? സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. സ്വർണ്ണത്തിൽ നിങ്ങൾ നിക്ഷേപിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് പ്രകാരം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിനുള്ള വില എന്ന് പറയുന്നത് 11,835 രൂപയാണ്. ഇത് 10 ഗ്രാം ആവുമ്പോഴേക്കും 1,18,350 രൂപ. അതുപോലെ തന്നെ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിനുള്ള വില എന്ന് പറയുന്നത് 12,427 രൂപ. ഇത് 10 ഗ്രാം ആവുമ്പോഴേക്കും 1,24,270 രൂപ. ചില ആളുകൾ വിചാരിച്ചിരുന്നത് അടുത്ത കാലത്തായി സ്വർണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ നേരിയ തോതിലുള്ള ഒരു കുറവ് മാത്രമാണ്. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോൾ അല്ല. പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യാം. മുൻകാല വിലകൾ ഭാവി ഫലങ്ങൾ ഉറപ്പു നൽകുന്നില്ല. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതൊരു ടേബിളിന്റെ സഹായത്തോടെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയാലോ. 2015 10 ഗ്രാം സ്വർണത്തിന്റെ വില 22,900 രൂപ തൊട്ട് 23,800 രൂപ വരെ ആയിരുന്നു. അത് 2020 ആവുമ്പോഴേക്കും 44,000 രൂപ തൊട്ട് 45,800 രൂപ വരെ ആയി. 2022 10 ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം 50,000 രൂപയോളം ആയിരുന്നു. അത് 2024 ആവുമ്പോഴേക്കും 77,000 രൂപയായി വർദ്ധിച്ചു. 2025 അത് 1 ലക്ഷം രൂപ കവിഞ്ഞിരിക്കുന്നു. ഈ ഒരു ട്രെൻഡ് ഇവിടെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എപ്പോഴും കൂടിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും ക്രൈസിസ് സംഭവിച്ചാൽ സ്വർണത്തിന്റെ വില കൂടുന്നു. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് സ്വർണത്തിന്റെ വില കൂടിക്കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അത് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. വീണ്ടും എന്തെങ്കിലും തരത്തിൽ ഗോൾഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന്റെ വില വീണ്ടും കൂടുന്നു. കഴിഞ്ഞ ധാരാളം വർഷങ്ങളായിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് സ്വർണത്തിന്റെ വിലക്കയറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്വർണം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആവാൻ എന്താണ് കാരണം? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോകത്താകമാനം ഉണ്ടാകുന്ന ടെൻഷനും ഭയവും ഒക്കെയുള്ള ഒരു കാര്യമാണ്. അതായത് വേൾഡ് ടെൻഷൻ ആൻഡ് ഫിയർ എന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൂടാതെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ സംബന്ധിക്കുന്ന റൂമറുകൾ, മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റുകൾ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടാതെ റിസ്കി ആയിട്ടുള്ള അസറ്റുകളിൽ നിന്നും ആളുകൾ പണം എടുത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ വിലയും കൂടുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ പേടിയുള്ള സമയത്ത് അവർ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാരണം സ്വർണം ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആളുകൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ അത് സ്വർണത്തിന്റെ വിലയെയും ബാധിക്കുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വലിയ രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ത്യ, ചൈന, റഷ്യ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിലാണ്, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ ക്വാണ്ടിറ്റിയിലാണ് സ്വർണം വാങ്ങുന്നത്. അതായത് ഗ്രാമിലല്ല, ടണ്ണിലാണ് അവർ വാങ്ങുന്നത്. കൂടാതെ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഫണ്ടുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരും വലിയ തോതിൽ സ്വർണം വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിൽ വലിയ രാജ്യങ്ങളിൽ ലോകശക്തികൾ സ്വർണം വാങ്ങുന്ന സമയത്ത്, വലിയ ക്വാണ്ടിറ്റിയിൽ സ്വർണം വാങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ഡിമാൻഡും കൂടുകയാണ്. ഡിമാൻഡ് കൂടുന്ന സമയത്ത് തീർച്ചയായും അതിന്റെ വിലയും വർദ്ധിക്കുന്നു.
പറയുന്നു. ഇന്ത്യയിൽ സ്വർണ്ണത്തിന്റെ വില കൂടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡോളറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് രൂപയുടെ മൂല്യം കുറയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യ സ്വർണം വാങ്ങുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്. ഈ സ്വർണം വാങ്ങുന്നത് US ഡോളറിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് US ഡോളറിനെ കണക്കായിട്ടാണ് അവർ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ രൂപയുടെ മൂല്യം കുറയുന്ന സമയത്ത്, അതായത് ഡോളറിനുണ്ടായിരുന്ന മൂല്യം ഒരു ഡോളറിന് 66 രൂപ എന്നുള്ളത് ഇപ്പോൾ ഏകദേശം 88 രൂപയോളം ആയി മാറിയിരിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ സ്വർണ്ണത്തിന് ഇത്രയും വില. അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണത്തിന് വില കൂടുന്നില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ അത് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ സ്വർണ്ണത്തെ വളരെ ട്രസ്റ്റ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വർണ്ണത്തിന് നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ആരോഗ്യത്തെയോ സംരക്ഷിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷനിൽ. അതിനുവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഷുറൻസ് ആണ്, അല്ലെ? അവിടെയാണ് പോളിസി ബസാറിന്റെ ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങളെ സഹായിക്കുന്നത്. പ്രതിമാസം വെറും 400 മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ പോളിസി ബസാറിൽ നിന്ന് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. കോടികളുടെ കവറേജ് നൽകുന്ന ഈ ഇൻഷുറൻസുകളിൽ 15% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭ്യമാണ്. മാത്രമല്ല പോളിസി ബസാറിൽ നിങ്ങൾക്ക് 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാർ തമ്മിൽ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. ടേം ഇൻഷുറൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ് പോളിസി ബസാറിൽ. 400 മുതൽ 500 രൂപ വരെ പ്രതിമാസം കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിൽ നിങ്ങൾക്ക് കോടികളുടെ കവറേജ് ലഭിക്കുന്നു. കൂടാതെ 25% ഡിസ്കൗണ്ടും ലഭ്യമാണ്. മാത്രമല്ല വളരെ വേഗത്തിലുള്ള ക്ലെയിം സെറ്റിൽമെന്റ് സപ്പോർട്ടും അവർ ഉറപ്പു നൽകുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും പോളിസി ബസാർ നിങ്ങൾക്ക് നൽകുന്നു. സോ ഗോൾഡ് പ്രൊട്ടക്ട്സ് യുവർ സേവിംഗ്സ് ആൻഡ് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് യുവർ ലൈഫ് ആൻഡ് ഫ്യൂച്ചർ. നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോളിസിയെ ആശ്രയിച്ചിരിക്കും. വാങ്ങുന്നതിന് മുമ്പ് പോളിസി വിശദാംശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് എന്താണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഗോൾഡ്മാൻ സാച്ച് പോലെയുള്ള വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2026 കൂടി ഒരു ഔൺസ് ഗോൾഡിന്റെ വില $4,900 അടുത്തിരിക്കും. അതുമാത്രമല്ല ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ രൂപയുടെ മൂല്യം ഇനിയും കുറയുകയാണെങ്കിൽ 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 1,30,000 രൂപയ്ക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയാണ് അവർ കാണുന്നത്. മാത്രമല്ല എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണത്തിന്റെ വില അത്ര പെട്ടെന്ന് കുറയാൻ സാധ്യതയില്ല, വില കൂടി തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇൻഫ്ലേഷൻ, കറൻസി വാല്യൂ, ആഗോള രാഷ്ട്രീയം ഇവയെ അടിസ്ഥാനമാക്കിയിരിക്കും ഭാവിയിൽ സ്വർണ്ണത്തിന്റെ വില. ഇനി നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ സ്വർണ്ണത്തിന്റെ വില 1,00,000 രൂപയിൽ കുറയാനുള്ള സാധ്യത എപ്പോഴാണ് ഉള്ളത്? ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ഒന്ന്, ആഗോള പണപ്പെരുപ്പം ഒരുപാട് കുറയേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഗോൾഡിന് പകരം ആളുകൾ ബോണ്ടുകൾ പ്രിഫർ ചെയ്യുകയുള്ളൂ. കൂടാതെ രൂപയുടെ വിപണി മൂല്യം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പെർ ഡോളറിന് മിനിമം 88 രൂപയെങ്കിലും എത്തണം. കൂടാതെ ആഗോളതലത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ വിലയിൽ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എക്സ്പെർട്സ് പറയുന്നത്. ഇതൊന്നും ഒരുമിച്ച് സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ സ്വർണ്ണത്തിന്റെ വില അത്ര എങ്ങോട്ട് കുറയുമെന്ന് നമ്മൾ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. സ്വർണ്ണത്തിന്റെ വില വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം പ്രഡിക്ഷനുകളും പോസിബിലിറ്റികളും മാത്രമാണ്, ഗ്യാരണ്ടി അല്ല. നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റും അടുത്ത 1-2 വർഷത്തിൽ സ്വർണ്ണത്തിന്റെ വില കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. അഥവാ കുറയുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ശതമാനം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഗ്ലോബലി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ മാറിയാൽ മാത്രമേ സ്വർണ്ണത്തിന്റെ വില 1,00,000 കുറയാനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 4 സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് വരണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ സ്വർണ്ണത്തിന്റെ വില കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ചുരുക്കി പറയുകയാണെങ്കിൽ ലോങ് ടേം സ്റ്റെബിലിറ്റിക്ക് സ്വർണ്ണം വളരെ നല്ലതാണ്. പക്ഷെ മറ്റുള്ളവർ സ്വർണ്ണം വാങ്ങുന്നു എന്ന് കരുതി നമ്മളും സ്വർണ്ണം വാങ്ങണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി മാത്രം നിങ്ങൾ സ്വർണ്ണം വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായും എഴുതാവുന്നതാണ്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.